ഫെർമാറ്റ്-ലിറ്റിൽ തിയറം. അപ്പോൾ ഈ ലിറ്റിൽ തിയറം പ്രൂവ് ചെയ്യുന്ന ഫെർമാറ്റ്-ലിറ്റിൽ തിയറം പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് അതിന് വേണ്ടുന്ന ഒരു ലെമ്മയാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. പി ഒരു പ്രൈമും എ ഏത് ഇൻറ്റിജറും ആയിക്കോട്ടെ, കണ്ടീഷൻ ഇതാണ്: പി എയുടെ ഫാക്ടർ ആവരുത്. പി എയുടെ ഫാക്ടർ ആവരുത്. ആ രീതിയിലുള്ള രണ്ട് നമ്പേഴ്സാണ് പിയും എയും. അങ്ങനെയാണെങ്കിൽ ഈ നമ്പേഴ്സ് നോക്കുക. പി മൈനസ് 1, അതായത് എ, 2a, 3a, പി മൈനസ് 1a. ഈ നമ്പേഴ്സിനെ പി കൊണ്ട് ഓരോ നമ്പറിനെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലീസ്റ്റ് റെസിഡ്യൂസ്, റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര പി മൈനസ് 1 ആയിരിക്കും. പക്ഷെ ഒരേ ഓർഡറിലാവണമെന്നില്ല, സം ഓർഡർ. അപ്പോൾ അതാണ് ഈ ലെമ്മ. അപ്പോൾ നമുക്ക് ഈ പ്രൂഫിൽ രണ്ട് പാർട്ടുകളാണുള്ളത്. ഒന്നാമത്തെ പാർട്ടിൽ ഇതിലുള്ള ഓരോന്നും പിയുടെ മൾട്ടിപ്പിൾ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. എ, 2a, 3a എക്സെട്ര പി മൈനസ് 1a ഇതൊന്നും തന്നെ പിയുടെ മൾട്ടിപ്പിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ പാർട്ടിൽ ഈ തരത്തിലുള്ള ഒരു ഐ-എയും ഐ-ജെയും തമ്മിൽ കോൺഗ്രുവൻ്റ് അല്ല എന്നും നമ്മൾ പ്രൂവ് ചെയ്യും. ഐ-എയും ജെയും കോൺഗ്രുവൻ്റ് അല്ല, കോൺഗ്രുവൻ്റ് മോഡിൽ പി അല്ല എന്നും പ്രൂവ് ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഐ-എ പിയുടെ മൾട്ടിപ്പിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നു. ഇവിടെ നോട്ട് കോൺഗ്രുവൻ്റ് എന്നാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി മൈനസ് 1. അപ്പോൾ നമ്മളൊരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഐ-എ പിയുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് വിചാരിക്കുക. അതായത് പി ഡിവൈഡ്സ് ഐ-എ. പിയും എയും റിലേറ്റീവ്ലി പ്രൈം, കാരണം പി ഡസ് നോട്ട് ഡിവൈഡ് എ. അതുകൊണ്ട് പി ഐ-എ ഡിവൈഡ് ചെയ്യണം. പക്ഷെ അത് സാധ്യമല്ല, കാരണം ഈ ഐ എന്ന് പറയുന്നത് 1ൻ്റെയും 1 വേണേയാവാം പി മൈനസ് 1 വരെ ഉള്ള ഏതോ ഒരു നമ്പറാണ്. അതുകൊണ്ട് തീർച്ചയായും പിയുടെ ഒരു മൾട്ടിപ്പിൾ ആവാൻ ഒരു സാധ്യതയില്ല. അതാണ് നമ്മുടെ കോൺട്രഡിക്ഷൻ. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഐ-എ നോട്ട് കോൺഗ്രുവൻ്റ് ടു 0 മോഡ് പി. ഇനി അടുത്ത കാര്യം പ്രൂവ് ചെയ്യാനുള്ളത് ഐ-എയും ജെയും ഇൻകോൺഗ്രുവൻ്റ് മോഡുലോ പി എന്നാണ്. ഐ-എ ആൻഡ് ജെ ആർ ഇൻകോൺഗ്രുവൻ്റ് മോഡുലോ പി. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി മൈനസ് 1. അപ്പോൾ ഐ-എ കോൺഗ്രുവൻ്റ് ജെ മോഡ് പി ആണെന്ന് വിചാരിക്കുക. ഐ-എയും ജെയും കോൺഗ്രുവൻ്റ് മോഡിൽ പി ആണെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് നമുക്ക് ക്യാൻസലേഷൻ പോസിബിളാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ഐ-എ കോൺഗ്രുവൻ്റ് ജെ മോഡ് പി. ഇനി നമ്മുടെ ഐ മൈനസ് ജെ മൾട്ടിപ്പിൾ ഓഫ് പി എന്ന് കിട്ടും. ഐ മൈനസ് ജെയുടെ മോഡുലസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 1ൻ്റെയും പി മൈനസ് 1ൻ്റെ ഇടയിലാണ് വരിക. 1 ആവാം, പി മൈനസ് 1 ആവാം. അതുകൊണ്ട് അല്ല 0 ആവാം. ഐ മൈനസ് ജെ യും ജെ ഈക്വൽ ആകുമ്പോൾ 0 ആവില്ല. അപ്പോൾ 0 ഇവിടെയും 0 ആവാം, പി മൈനസ് 1ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പറാണ് നമുക്ക് വരിക. അതിൽ 0 ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ 0 മാത്രമേ സാധ്യതയുള്ളൂ എന്ന് കിട്ടും. കാരണം മൾട്ടിപ്ലൈ വരെ പിയുടെ മുകളിലുള്ള ഒരു നമ്പർ 0 കഴിഞ്ഞാൽ പിന്നെ പി ആവണം, ഒരു മൾട്ടിപ്പിൾ ആവണമെങ്കിൽ. ഐ മൈനസ് ജെ മൾട്ടിപ്പിൾ ഓഫ് പി എന്നാണല്ലോ കിട്ടുന്നത്. പിന്നെ പി എ 0 കഴിഞ്ഞാൽ പിന്നെ പി എ ഉള്ളൂ മൾട്ടിപ്പിൾ ഓഫ് പി. അപ്പോൾ അത് ഒരിക്കലും ആവില്ല. അതുകൊണ്ട് ഈ ഐ മൈനസ് ജെ എന്നുള്ളത് 0 ആവണം. അപ്പോൾ ഐ കൊണ്ട് ജെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. ഐയും ജെയും ഇൻകോൺഗ്രുവൻ്റ് മോഡൽ ഓഫ് പി എന്ന് പ്രൂവ് ചെയ്തു. ഐയും ജെയും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഐ ഈക്വൽ ടു ജെ ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ ഐ എ എന്നുള്ളത്
ഒരിക്കലും മൾട്ടിപ്പിൾ ഓഫ് പി ആവില്ല എന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഈ നമ്പേഴ്സിനെ നമ്മൾ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇത് P-1 നമ്പേഴ്സിൻ്റെ എല്ലാത്തിനും ഡിഫറൻറ്റ് റിമൈൻഡേഴ്സ് കിട്ടണം, 0 കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ 1 മുതൽ P-1 വരെയുള്ള നമ്പേഴ്സ് തന്നെ ആയിരിക്കണം റിമൈൻഡേഴ്സ്. അതാണ് ഈ ലെമ്മ. ഇനി നമ്മൾ തിയറത്തിലേക്ക് പോവാം. പി ഒരു പ്രൈം, പി എയുടെ ഫാക്ടർ അല്ല, നേരത്തെ അതേ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ A⁻P-1 കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി. പ്രൂഫ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ ലെമ്മ പ്രകാരം A 2A 3A P-1A 1A മോഡിലോ PR ഇതിന് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് 1 2 3 എക്സെട്ര P-1 സം ഓർഡറിലായിരിക്കും. കാരണം നമ്മൾ തൊട്ടുമ്പത്തെ ലെമ്മ പ്രകാരം ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ A × 2A × 3 എക്സെട്ര P-1A കോൺഗ്രുവൻ്റ് ടു 1 × 2 × 3 എക്സെട്ര P-1 മോഡുലോ പി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എകളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ A⁻P-1 ഉണ്ടാവും. ബാക്കി 1 മുതൽ P-1 വരെയുള്ള പ്രൊഡക്റ്റാണ് വരിക. അപ്പോൾ P-1 ഫാക്ടോറിയൽ ഇൻറ്റു A⁻P-1 കോൺഗ്രുവൻ്റ് ടു P-1 ഫാക്ടോറിയൽ മോഡ് പി. അപ്പോൾ ഇവിടെയുള്ള ഈ P-1 ഫാക്ടോറിയൽ നമുക്ക് ക്യാൻസൽ ചെയ്യുക, ക്യാൻസലേഷനിലോ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ A⁻P-1 കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ, ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്, ഈ ലെമ്മയിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്ത്, അതുകൊണ്ട് എങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. P7 എന്ന് കൊടുത്തു, A12 കൊടുത്തു. അപ്പോൾ ക്ലിയറായിട്ടും പി എയുടെ ഒരു ഡിവൈസർ അല്ല. നമുക്കറിയാം 1 × 12 എന്ന് പറഞ്ഞാൽ 12 ആണ്, കോൺഗ്രുവൻ്റ് ടു 5 മോഡ് 7. അതുപോലെ 2 × 12 24 കോൺഗ്രുവൻ്റ് ടു 3 മോഡ് 7. 3 × 12 36 കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 7. 4 × 12 48 കോൺഗ്രുവൻ്റ് ടു 6 മോഡ് 7. 5 × 12 60 കോൺഗ്രുവൻ്റ് ടു 4 മോഡ് 7. ആൻഡ് 6 × 12 72 കോൺഗ്രുവൻ്റ് ടു 2 മോഡ് 7. അപ്പോൾ ഈ നമ്പേഴ്സിന് ഇത്രയും നമ്പേഴ്സ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 മുതൽ 6 വരെയുള്ള റിമൈൻഡേഴ്സാണ് കിട്ടുന്നത്, സം ഓർഡർ. അതാണ് നമ്മുടെ ലെമ്മയിൽ പറഞ്ഞ കാര്യം. അത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത് നമ്മൾ പ്രൂഫിൽ പറഞ്ഞ കാര്യമാണിത്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രീതിയിൽ കിട്ടി. അപ്പോൾ അതിൽ 6 ഫാക്ടോറിയൽ, അതായത് 12 എല്ലാ സ്ഥലത്തും 6 12 ഉണ്ട്. അപ്പോൾ 12⁻6 നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 6 ഫാക്ടോറിയൽ ഇൻറ്റു 12⁻6 വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ 6 ഫാക്ടോറിയൽ മോഡ് 7. 6 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 12⁻6 കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 7 എന്ന് കിട്ടും. ഇതാണ് ഫെർമാസ് തിയറത്തിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത്, അതിനാണ് ഈ പ്രോബ്ലം. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 24⁻1947 ഈസ് ഡിവൈഡഡ് ബൈ 17. ഇപ്പോൾ 24 കോൺഗ്രുവൻ്റ് ടു 7 മോഡ് 17 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 24 പവർ 1 1947 കോൺഗ്രുവൻ്റ് ടു 7 പവർ 1947 മോഡ് 17. അപ്പോൾ ഇനി നമുക്ക് ഇത് നോക്കിയാൽ മതി. ഈ 7⁻1947 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി, ഈ കോൺഗ്രുവൻ്റ് ഉള്ളത് കൊണ്ട്. പക്ഷേ നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി 7ൻ്റെ 16th പവർ കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 17 നമുക്കറിയാം ഫെർമാസ് തിയറം പ്രകാരം. ഇനി നമുക്ക് 1947 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 121 കോഷ്യൻറ്റും 11 റിമൈൻഡറും വരും. അപ്പോൾ നമ്മുടെ 7⁻1947 ഇങ്ങനെ എഴുതാം. 7⁻16 × 121 പ്ലസ് 11 7⁻16 പവർ 121 ഇൻറ്റു 7⁻11. അപ്പോൾ ഈ 7⁻16 എന്നുള്ളത് കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 17 ആണ്. അതുകൊണ്ട് 1⁻121 ആവും ഇൻറ്റു 7⁻11 മോഡ് 17. അപ്പോൾ ഇത് 7⁻11 മോഡ്
17 ആവും. ഇനി 7^11 ആണ് എന്താണെന്ന് നോക്കിയാൽ മതി. 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7² എന്ന് പറയുന്നത് നമുക്കറിയാം -2 mod 17 ആണ്. 7² എന്ന് പറയുമ്പോൾ 49 വരും. 51 17ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 7² കോൺഗ്രുവൻ്റ് ടു -2 mod 17. അപ്പോൾ 7^11 എന്ന് പറഞ്ഞാൽ 7² 5 × 7 mod 17. ഇതിൽ 7² കോൺഗ്രുവൻ്റ് ടു -2. അപ്പോൾ -2 power 5 × 7 mod 17. അതായത് -2 power 5 എന്ന് പറഞ്ഞാൽ -32. -32 × 7 mod 17. -32ൽ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് 2. ഇപ്പോൾ 2 × 17 mod 2 × 7 mod 17 വരും. ദറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 14 mod 17. അതുകൊണ്ട് ഇപ്പോൾ 7^11 ആണ് ഇങ്ങനെ കിട്ടിയത്. അതുകൊണ്ട് അത് ഈക്വലൻ്റ് ടു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 7^1947 കോൺഗ്രുവൻ്റ് ടു 14 mod 17. അപ്പോൾ ഇതിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 14 ആണ്. ഇനി അടുത്തൊരു പ്രത്യേക ടൈപ്പ് പ്രോബ്ലമാണിത്. 2p - 1 - 1 ഡിവൈഡഡ് ബൈ p സ്ക്വയർ ആവുന്ന രീതിയിൽ ഇത് സ്ക്വയർ ആവുന്ന ഏതൊക്കെ പീകൾക്കാണ്, ഏതൊക്കെ പ്രൈം പീകൾക്കാണ് ഇത് സ്ക്വയർ ആവുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പി കണ്ടുപിടിക്കണം. അപ്പോൾ 2p - 1 - 1 = pn² എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓടാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഓണായിരിക്കണം. അതുകൊണ്ട് പിയും എന്നും ഓടായിരിക്കണം. അപ്പോൾ പി എന്ന് പറയുന്ന 2k + 1 എടുത്തു ഫോർ സം ഇൻറ്റിജർ k. അപ്പോൾ പി ഉള്ള സ്ഥലത്ത് 2k + 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2^2k + 1 - 1 = pn² എന്ന് കിട്ടും. അതായത് 2^2k - 1 = pn² എന്ന് വരും. അപ്പം ഇതിനെ ഇങ്ങനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 2^k - 1 × 2^k + 1 = pn² എന്ന് വരും. അപ്പോൾ 2^k - 1 2^k + 1 കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻറ്റിജേഴ്സ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് അത് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഏത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് ഇൻറ്റിജേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. കാരണം ഓഡിൻ്റെ അതിനൊരു ഫാക്ടർ 3 വരണമല്ലോ. അപ്പോൾ 3 ഫാക്ടർ വരണമെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചുരുങ്ങിയത് 3 വേണം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആയതുകൊണ്ടാണ് കാരണം. സിമ്പിൾ റീസൺ ആണ്. ഇനി ഇതിലൂടെ നമ്മളെ ക്ലെയിം എന്താ വെച്ചാൽ 2^k - 1 2^k + 1 ഇതിലേതെങ്കിലും ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്നാണ് നമ്മളെ ക്ലെയിം. അതിന് കാരണം നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു കനോണിക്കൽ ഫോം ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ കനോണിക്കൽ ഫോം വിചാരിക്കുക. p1 power a1 × p2 power a2 etc. pk power ak. അപ്പം 2^k - 1 × 2^k + 1 എന്നുള്ളത് p × p1 power 2a1 etc. pk power 2ak n² pn² എന്നുള്ളതുകൊണ്ട്. ഇവിടെ വേറെ കാര്യം p2^k - 1 p 2^k - 1 ഫാക്ടർ ആണെങ്കിൽ ഒരു p1ൻ്റെയും ഫാക്ടർ ആവില്ല, ഒരു pa-യുടെയും ഫാക്ടർ ആവില്ല. അതേപോലെ നേരെ തിരിച്ചും ശരിയാണ്. കാരണം ഈ p1 etc. pkകളൊക്കെ പ്രൈമുമാണ്, ഡിസ്റ്റിങ്ക്റ്റ് പ്രൈമുമാണ്. അതാണ് കാരണം. അപ്പോൾ 2^k - 1 എന്നുള്ളത് pn1² എന്നോ അല്ലെങ്കിൽ ഓർ 2^k - 1 ഒരു കേസിൽ നിന്ന് 2^k - 1 pn² ആവുക, 2^k + 1 എന്ന് പറയുന്നത് ഒരു n2² ആവുക.
വേറെ n = n1 n2. അല്ലെങ്കിലുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 2k+1 എന്നുള്ളത് pn1², 2k-1 എന്നുള്ളത് n2², 2k-1 എന്നുള്ള n2². അവിടെ n = n1 n2 രണ്ട് സാധ്യതയുള്ളൂ. ഇപ്പോൾ അതിൽ ഏതൊക്കെ ഒരു സാധ്യത നമുക്ക് അസ്യൂം ചെയ്യാം. 2k-1. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയറാണ് കിട്ടുന്നത്. അത് 2k-1 2k+1 ഏതും ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആവുക എന്നർത്ഥം. രണ്ട് കേസും നമുക്ക് ചെയ്ത് നോക്കണം. 2k-1 പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ 2k-1 എന്നുള്ളത് r² എന്ന് എഴുതി. ഇപ്പോൾ 2k എന്നുള്ളത് r²+1, 2k-1 × 2k+1 എന്നുള്ള r²+2 വരും. ഈ 2p-1 എടുത്താലോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ r²+1² എന്ന് വരും. r²+1² എന്ന് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് r > 1 എന്ന് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ r² ഓടുന്നും കൺക്ലൂഡ് ചെയ്യാം. കാരണം ഈ r²+1² എന്നുള്ളത് ഇവണാണ്. അപ്പോൾ r²+1 ഇവണാണ്. അപ്പോൾ r² ഓടാണ്. അപ്പോൾ r > 1 r ഓടും. അപ്പോൾ r ഓടാണെങ്കിൽ r-നെ 2i+1 എന്നെടുക്കാം ഫോർ സം ഇൻറ്റിജർ i > 0. ഇപ്പോൾ 2k എന്നുള്ളത് 2i+1² ആയി. ഇപ്പോൾ 2k എന്നുള്ളത് 2 × 2i² + 2i+1 ആയി. പക്ഷെ ഇത് പോസിബിൾ ആവുന്നത് നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവണാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ രണ്ടാമത്തെ ടേം ഓടാണ്. ഇത് 1 ആയാൽ മാത്രമേ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓടാവുള്ളൂ. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലും ഇവണാവുള്ളൂ. അപ്പോൾ ഇത് 1 ആവണമെങ്കിൽ i 0 ആയിരിക്കണം. അപ്പോൾ i 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ i 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2k എന്നുള്ളത് 2 തന്നെ കിട്ടും. ആ കേസിൽ k = 1 എന്ന് വരും. 2p-1 എന്ന് പറയുമ്പോൾ 1² + 1² വരും. 2p-1 എന്നുള്ളത് 1² + 1² എന്നുള്ളത് 4 ആണ്. അപ്പോൾ ഇതാവണമെങ്കിൽ p-1 എന്ന് പറയുന്നത് 3 ആയിരിക്കണം. p-1 3 ആണെങ്കിൽ അല്ല, p-1 2 ആണെങ്കിൽ p എന്ന് പറയുന്നത് 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റാണ്, 4 വരുന്നുണ്ട്. ഇനി അപ്പോൾ ആ ഭാഗത്ത് p = 3 കിട്ടി. ഇനി 2k+1 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 2k+1 നമുക്ക് s² എന്ന് കൊടുക്കാം. 2k എന്ന് പറയുന്നത് s² - 1 എന്ന് കൊടുക്കാം. 2p-1 - 1 എന്നുള്ളത് pn². അതിന് നമുക്ക് 2k-1 × 2k+1 എന്നെഴുതി. അതായത് s² - 2 × s² എന്ന് വന്നു. s⁴ - 2s² എന്ന് വന്നു. ഇനി 2n-1 = ഇനി നമ്മൾ സ്ക്വയർ ഓഡ് എന്നുള്ള കേസാണ്. ആ കേസിൽ കാരണം ഇവിടെ 2p-1 നമ്മളിത് നോക്കിയില്ല. pn² 2k-1 × 2k+1 എടുത്തു. അപ്പോൾ ഈ 2k-1 എന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് s² - 2 എന്ന് കിട്ടും. ഇത് s² എന്ന് വരും. s⁴ - 2s² എന്ന് വരും. അപ്പോൾ 2p-1 എന്ന് പറയുമ്പോൾ s² - 1² s - 1² × s+1². അപ്പോൾ സ്ക്വയർ ഓഡ്. അപ്പോൾ നമുക്ക് സ്ക്വയർ ഓഡ് എന്നുള്ള
അത് നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. 2k+1 S² ഓടാണ്. അപ്പോൾ എസ് ഓടായിരിക്കണം. അപ്പോൾ S=1 എന്ന കേസ് വേറെ തന്നെ നോക്കാം. ഓടാവുന്ന കേസിൽ S=1 ആകുമ്പോൾ S-1 0 ആവും എന്ന് പറഞ്ഞാൽ 2p-1 0. അത് പോസിബിൾ അല്ല. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്തായാലും ഓടുവാണ്. അപ്പോൾ >3 കൂടി ആയിരിക്കണം. അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ 2i+1 എന്ന് എഴുതി കഴിഞ്ഞാൽ i>1 2k എന്നുള്ളത് 2i+1² വരും. 4i×i+1 വരും. 2k-2 എന്ന് പറയുന്നത് i×i+1 വരും. അപ്പോൾ i>1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ RHSൽ ഒരു ഓഡ് ടേം ഉണ്ടാവും, പക്ഷേ LHSൽ ഈവൻ ടേമാണ്. അപ്പോൾ അത് സാധ്യമല്ല. RHSൽ ഒരു ഓഡ് ടേം ഉണ്ടാവും, LHSലുള്ള എല്ലാ ഫാക്ടേഴ്സും ഈവൻ ടേമാണ്. അതുകൊണ്ടാണ് സാധ്യമല്ലാത്തത്. ഈവൺ ആയതുകൊണ്ട് മാത്രമല്ല, RHSൽ ഒരു ഓഡ് ടേമും LHSലെ എല്ലാ ടേമും ഈവൺ ആയതുകൊണ്ട് അത് സാധ്യമല്ല. അപ്പോൾ i>1 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ i=1 ആകുമ്പോൾ S=3 വരും. അപ്പോൾ S= ഇതാണ് കാരണം 2×1+1. അപ്പോൾ 2p-1 എന്നുള്ളത് 3-1² + 3+1² 2/6 എന്ന് വരും. 2p-1 2/6 ആണ്. p-1 6. അപ്പോൾ p=7. അപ്പോൾ രണ്ട് സാധ്യത, pക്ക് 3 അല്ലെങ്കിൽ 7. അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത തിയറം, p പ്രൈമാണ്. a ഏതെങ്കിലും ഒരു ഇൻറ്റിജറാണ് വിത്ത് ഈ കണ്ടീഷൻ p does not divide a. അങ്ങനെയാണെങ്കിൽ a⁻p-2 എന്നുള്ളത് ഇൻവേഴ്സ് ഓഫ് എ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് കാരണത്തിലാണ് ഫെർമാസ് തിയറം പ്രകാരം a⁻p-1 കോൺഗ്രുവൻ്റ് ടു 1 mod p. ഈ a⁻p-1 നമുക്ക് ഇങ്ങനെ എഴുതാം, a×a⁻p-2. അപ്പോൾ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod p. അപ്പോൾ ഇതിനർത്ഥം a⁻p-2 ഈസ് എൻ ഇൻവേഴ്സ് ഓഫ് a mod p എന്നാണ്. അടുത്തത് ഇതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ്. അതായത് നമ്മൾ ഇൻവേഴ്സ് കറക്റ്റായിട്ട് തന്നെയാണോ വന്നത് നോക്കാം. p=7 a=12 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറം 5 പ്രകാരം 12⁻2 12⁵5 എന്ന് പറയുന്നത് 12ൻ്റെ ഇൻവേഴ്സ് ആണെന്ന് കിട്ടി. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 12 എന്ന് പറയുന്നത് കോൺഗ്രുവൻ്റ് ടു -2 mod 7 ആണെന്നറിയാം. ഇപ്പോൾ 12⁵5 കോൺഗ്രുവൻ്റ് ടു -2⁵5 mod 7. 12⁵5 കോൺഗ്രുവൻ്റ് ടു -2² × 2³ mod 7. 12⁵5 കോൺഗ്രുവൻ്റ് ടു ഇവിടെ ഇത് -4 ആണ്. ഇത് 2³ എന്ന് പറയുന്നത് 8. അപ്പോൾ കോൺഗ്രുവൻ്റ് മോഡൽ എടുക്കുമ്പോൾ അത് -4 തന്നെ വരും. ഇത് 8 എന്നുള്ളത് 7 ആവും, 1 ആവും. അപ്പോൾ -4 × 1 എന്നുള്ളത് 3 -4 എന്ന് വരും. -4 മോഡുലോ 7 എടുക്കുമ്പോൾ അത് 3 ആണ്. അപ്പോൾ 2⁵5 കോൺഗ്രുവൻ്റ് ടു 3 mod 7. അപ്പോൾ 3 ആണ് 12ൻ്റെ ഇൻവേഴ്സ് മോഡുലോ 7. ശരിയാന്ന് നോക്കാൻ വേണ്ടി 12 × 3 എന്ന് പറയുമ്പോൾ 36 കോൺഗ്രുവൻ്റ് ടു 1 mod 7 എന്നുള്ളത് കറക്റ്റാണ്. ഇത് നമ്മൾ വെരിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ 12ൻ്റെ ഇൻവേഴ്സ് അതിന് 12⁵5 എന്ന് കിട്ടി. അതെന്താണ് ആക്ച്വൽ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. 3 ആണെന്ന് കിട്ടി. ഇനി അത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യുകയും ചെയ്തു. 12 × 3 വരുന്നത് ശരിയല്ല എന്നൊന്ന് വെരിഫൈ ചെയ്യുകയും കൂടി ചെയ്തു. ഇനി p പ്രൈമാണ്. p എയുടെ ഡിവൈസർ അല്ല. അങ്ങനെയാണെങ്കിൽ ax കോൺഗ്രുവൻ്റ് b mod p എന്ന് പറയുന്ന ലീനിയർ കോൺഗ്രുവൻസിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ സൊല്യൂഷനാണ് x കോൺഗ്രുവൻ്റ് ടു a⁻p-2 b mod p.
അപ്പോൾ അതിന് പി ഡസ് നോട്ട് ഡിവൈഡ് എ ആണെങ്കിൽ നമ്മൾ ഈ കോൺഗ്രുവൻസിന് യുണീക്ക് സൊല്യൂഷനാണെന്ന് മുമ്പത്തൊരു തിയറത്തിൽ കണ്ടിട്ടുണ്ട്. വേറൊരു സെക്ഷനിൽ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സെക്ഷനിലാണ് നമ്മളത് കണ്ടത്. അപ്പോൾ തിയറം 5 നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കറിയാം a⁻p−2 എന്നുള്ളത് എയുടെ ഇൻവേഴ്സ് ആണെന്നറിയാം. അപ്പോൾ AX കോൺഗ്രുവൻറ്റ് ടു B mod Pയുടെ രണ്ട് സൈഡ് നമ്മൾ a⁻p−2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a⁻p−2 AX കോൺഗ്രുവൻറ്റ് a⁻p−2 B mod P എന്ന് വരും. a⁻p−2 × a എന്ന് പറയുമ്പോൾ a⁻p−1 ആവും. x കോൺഗ്രുവൻറ്റ് ടു a⁻p−2 B mod P. a⁻p−1 കോൺഗ്രുവൻറ്റ് ടു 1 mod P ആണ്. അതുകൊണ്ട് x കോൺഗ്രുവൻറ്റ് ടു a⁻p−2 B mod P എന്ന് വരും. അപ്പോൾ ഇതാണ് x കോൺഗ്രുവൻറ്റ് a⁻p−2 B mod P ആണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഇനി നമ്മളിത് ഉപയോഗിച്ച് ഒരു കോൺഗ്രുവൻറ്റ് സോൾവ് ചെയ്ത് നോക്കാം. 12x കോൺഗ്രുവൻറ്റ് ടു 6 mod 7 ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ 7 ഇവിടെ 12ൻ്റെ ഡിവൈസർ അല്ല. അപ്പോൾ 12x കോൺഗ്രുവൻറ്റ് ടു 6 mod 7 ൻ്റെ സൊല്യൂഷൻ നമ്മൾ ഫെർമാർ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ടൊക്കെ നേരത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x കോൺഗ്രുവൻറ്റ് ടു 12⁵ × 6 mod 7 എന്ന് വരും. പക്ഷെ അത് തൊട്ടുമ്പത്തെ ഇല്ലസ്ട്രേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 12⁵ കോൺഗ്രുവൻറ്റ് ടു 3 mod 7 എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇൻവേഴ്സ് എന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് x കോൺഗ്രുവൻറ്റ് ടു 12⁵ എന്ന് പറയുന്നത് 3 mod 7 ആണ്. അപ്പോൾ 3 × 6 18 mod 7 വരും. 18 എന്ന് പറയുമ്പോൾ 4 mod 7 ആണ്. ഇനി അടുത്തത് 24x കോൺഗ്രുവൻറ്റ് ടു 11 mod 7. ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ 24 mod 7 എടുക്കുമ്പം ഈ 24 എന്നുള്ളത് 7 ആണ്. അപ്പോൾ 7x കോൺഗ്രുവൻറ്റ് ടു 11 mod 17 ആണ്. ഇനി അപ്പോൾ ഫെർമാർസ് തിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇവിടെ പി എന്നുള്ളത് ഇവിടെ 17 എന്ന് പറയുന്ന പ്രൈമാണ്. ഫെർമാർസ് തിയർ അപ്ലൈ ചെയ്താൽ x കോൺഗ്രുവൻറ്റ് ടു 7⁻17 - 11 mod 17 വരും. അതായത് x കോൺഗ്രുവൻറ്റ് ടു 7⁵ mod 7⁵15 × 11 mod 17 വരും. അപ്പോൾ 7² നമുക്കറിയാം ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണം ഇവിടെ. അതായത് 7⁵15 × 11 എന്താണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി 7² കോൺഗ്രുവൻറ്റ് ടു = 49 ആണ്. കോൺഗ്രുവൻറ്റ് ടു -2 mod 17. 7⁴ കോൺഗ്രുവൻറ്റ് ടു -2² ആണ്. കോൺഗ്രുവൻറ്റ് ടു 4 mod 17. 7⁸ 4² ആണ്. 16 mod 17. 7⁸. അപ്പോൾ അതുകൊണ്ട് 16 വന്നതുകൊണ്ട് 7⁸ കോൺഗ്രുവൻറ്റ് ടു -1 mod 17 വരും. അപ്പോൾ 7⁵15 നമുക്കറിയാം. 15 എന്ന് പറഞ്ഞാൽ 8 + 4 + 2 + 1. അപ്പോൾ അതിനെ 7⁵15 കോൺഗ്രുവൻറ്റ് ടു 7⁸ × 7⁴ × 7² × 1 mod 17. ഇപ്പോൾ 7⁵15 എന്ന് പറയുമ്പോൾ ഇതിൽ ഓരോന്നും ഇത് -1 ആയിട്ടാണ്, ഇത് 4 ആയിട്ടാണ് കോൺഗ്രുവൻറ്റ്. ഓരോന്നും എന്തുമായിട്ടാണ് കോൺഗ്രുവൻറ്റ് നമുക്കറിയാം. അപ്പോൾ 7⁵15 കോൺഗ്രുവൻറ്റ് ടു -1 × 4 × -2 × 7 mod 17 വരും. അതായത് 7⁵15 കോൺഗ്രുവൻറ്റ് ടു 56 mod 17 വരും. ഇനി വീണ്ടും ഈ 56നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം അത് 3 × 17 + 5 ആണ്. ഇപ്പോൾ x⁵15 എന്ന് പറയുന്നത് 5 mod 17 വരും. അപ്പോൾ x എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 5 × ഇവിടെ എന്തായിരുന്നു വന്നത്, ഇവിടെ തൊട്ടുമ്പത്തേതിൽ വന്നത് 7⁵15 ആണ്. ഇപ്പോൾ 7⁵15 നമ്മൾ കണ്ടു കോൺഗ്രുവൻറ്റ് ടു 5 ആണ്. അപ്പോൾ ഇവിടെ 5 ഇട്ടാൽ മതി. × 11 55 കിട്ടും. വീണ്ടും 55 എന്ന് പറയുന്നത് 3 × 17 + 4 ആണ്. അപ്പോൾ x കോൺഗ്രുവൻറ്റ് 4 കിട്ടി.
എക്സ് കോൺഗ്രുവൻ്റ് ടു 4 മോഡ് 17 വരും. ഇനി പി ഒരു പ്രൈം ഏത് പോസിറ്റീവ് നമ്പർ വേണേ ആവട്ടെ. അപ്പോൾ എ റേസ് ടു പി കോൺഗ്രുവൻ്റ് ടു എ മോഡ് പി. ഇവിടെ 2 കേസാക്കി ചെയ്യണം. പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യും, പി ഡിവൈഡ്സ് ചെയ്യും. പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫെർമാസ് തിയറം പ്രകാരം എ റേസ് ടു പി മൈനസ് 1 കോൺഗ്രുവൻ്റ് ടു 1 മോഡ് പി. 2 ഭാഗത്ത് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ റേസ് ടു പി കോൺഗ്രുവൻ്റ് ടു എ മോഡ് പി എന്ന് വരും. അപ്പോൾ അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി പി ഡിവൈഡ്സ് എ ആണെങ്കിൽ പി കോൺഗ്രുവൻ്റ് ടു എ മോഡ് പി എന്ന് വരും. പക്ഷേ എ കോൺഗ്രുവൻ്റ് ടു 0 മോഡ് പി ആണ്. പി ഡിവൈഡ്സ് എ ആയതുകൊണ്ട് അപ്പോൾ എ റേസ് ടു പി കോൺഗ്രുവൻ്റ് ടു 0 മോഡ് പി ആണ്. അതുകൊണ്ട് എ റേസ് ടു പി കോൺഗ്രുവൻ്റ് ടു എ മോഡ് പി എന്ന് വരും. ഇത്രയാണ് ഈ തിയറത്തിൽ ഉള്ളത്. അപ്പോൾ 2 കേസിൽ പി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യാവുമ്പോഴും പി ഡിവൈഡ്സ് ചെയ്യാവുമ്പോഴും നമ്മൾ എ റേസ് ടു പി കോൺഗ്രുവൻ്റ് ടു എ മോഡ് പി എന്ന് പ്രൂവ് ചെയ്തു. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ P7 A12 ആകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിളാണ്. 12 റേസ് ടു 6 കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 7 വരും. ഇത് ഫെർമാസ് തിയറം. അപ്പോൾ 12 റേസ് ടു 7 നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രുവൻ്റ് ടു 12 മോഡ് 7. അത് ശരിയാണോ നോക്കാൻ അല്ല, അത് വെരിഫൈ ചെയ്യുന്നില്ല. ഇനി പി = 7 എ = 28 ആകുമ്പം 28 നമുക്കറിയാം ഓൾറെഡി മൾട്ടിപ്പിൾ ആണ്. 28 കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 17. 28 റേസ് ടു 7 കോൺഗ്രുവൻ്റ് ടു 0 മോഡ് 17 വരും. പക്ഷെ നമുക്കറിയാം 0 കോൺഗ്രുവൻ്റ് ടു 28 മോഡ് 7. ഇപ്പോൾ 28 റേസ് ടു 7 കോൺഗ്രുവൻ്റ് ടു 28 മോഡ് 7. ഇത് നമ്മൾ ഈ ഫെർമാസ് തിയറത്തിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് പ്രൂഫാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു റിസൾട്ട് പി ഡിവൈഡ്സ് എൻ പി സി കെ വേർ 0 ലെസ് ദാൻ കെ ലെസ് ദാൻ പി ആണെങ്കിൽ നമുക്കുള്ളൊരു റിസൾട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സ് ബൈനോമിയൽ തിയറം പ്രകാരം നമുക്കറിയാം x+1 റേസ് ടു പി എന്നുള്ളത് x റേസ് ടു പി ഇൻറ്റു x റേസ് ടു പി മൈനസ് 1 ഇൻറ്റു എക്സെട്ര x റേസ് ടു പി ബൈ പി മൈനസ് 1. ഇനി നമ്മൾ ഈ ഒരു റിസൾട്ട് ഓർത്തിരിക്കാം. x+1 റേസ് ടു പി കോൺഗ്രുവൻ്റ് ടു x raised to p plus 1 x+1 raised to p is congruent to x raised to p plus 1 mod p. കാരണം ആദ്യത്തെ അവസാനത്തെ ടേം ഒഴികെ ബാക്കി എല്ലാ ടേമിലും പിയുടെ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഇനി ജി ഓഫ് ടി നിങ്ങൾ ഈ രീതിയിലുള്ളൊരു പോളിനോമിയൽ എടുക്കുക. ജി ഓഫ് ടി is equal to t raised to p minus 1. അങ്ങനെ എടുത്താൽ ജി ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ജി ഓഫ് എക്സ് എന്നുള്ളത് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് അവസാനം ജി ഓഫ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു ജി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് പ്ലസ് 1 ഇവിടെ ജി ഓഫ് ടി എന്നുള്ളത് ടി റേസ് ടു പി മൈനസ് 1. അപ്പോൾ അത് ഈ ജി എക്സ് പ്ലസ് 1 റേസ് ടു പി കോൺഗ്രുവൻ്റ് ടു എക്സ് റേസ് ടു പി പ്ലസ് 1 എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ജി ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ജി ഓഫ് എക്സിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എക്സ് റേസ് ടു പി ക്യാൻസൽ ചെയ്തു, 1 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 മോഡ് പി ആണ്, അതായത് മൾട്ടിപ്പിൾ ഓഫ് പി ആണെന്ന് അർത്ഥം.
അതായത് ജി ഓഫ് എക്സ് പ്ലസ് വൺ കോൺഗ്രുവൻറ്റ് ടു ജി ഓഫ് എക്സ് മോഡ് പി. അപ്പോൾ എക്സിന് എക്സ് പ്ലസ് വൺ കൊണ്ട് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും ജി ഓഫ് എക്സ് പ്ലസ് ടു കോൺഗ്രുവൻറ്റ് ടു ജി ഓഫ് എക്സ് പ്ലസ് വൺ ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ജി ഓഫ് എക്സ് മോഡ് പി. അപ്പോൾ ഇത് എത്ര തവണ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാം. അങ്ങനെ ജി ഓഫ് എക്സ് പ്ലസ് എ കോൺഗ്രുവൻറ്റ് ടു ജി ഓഫ് എക്സ് ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ എ എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ജി ഓഫ് എ കോൺഗ്രുവൻറ്റ് ടു ജി ഓഫ് 0 മോഡ് പി വരും. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ജി ഓഫ് എ ഈക്വൽ ടു എ കൊടുക്കുന്ന അവസരത്തിൽ ജി ഓഫ് ആ പോളിനോമിയൽ ആ കേസിൽ ജി ഓഫ് എ എന്ന് പറയുന്നത് ജി ഓഫ് എക്ക് പിക്ക് കൊടുക്കുക എന്നുള്ളതല്ല. ജി ഓഫ് എ നമ്മൾ തൊട്ടുമ്പത്തെ സബ്സ്റ്റിറ്റ്യൂഷനിൽ ജി ഓഫ് എക്സ് ഇങ്ങനെയായിരുന്നു. അവിടെ ഇപ്പം ജി ഓഫ് എ എന്ന് പറയുമ്പോൾ എ റേസ് ടു പി മൈനസ് എ, ജി ഓഫ് എ എന്ന് പറയുന്നത് എ റേസ് ടു പി മൈനസ് എ, ജി ഓഫ് 0 എന്ന് പറയുന്നത് 0. അപ്പോൾ ഇങ്ങനെ കിട്ടും എ റേസ് ടു പി മൈനസ് എ കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. അപ്പോൾ എ റേസ് ടു പി കോൺഗ്രുവൻറ്റ് എ മോഡ് പി. അതായത് തൊട്ടുമ്പത്തെ ഈ ഫെർമാസ് തിയറത്തിൻ്റെ ഈ എക്സ്റ്റൻഷൻ നമ്മൾ വേറൊരു രീതിയിൽ പ്രൂവ് ചെയ്താണ് ഫെർമാസ് തിയറത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വരുന്നത്. ഇതിൽ വേറൊരു പ്രത്യേകത, ഫെർമാസ് തിയറം നമ്മൾ അതേ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ഇതിൻ്റെ പ്രൂഫിൽ ഒരിക്കൽ പോലും നമ്മൾ ഫെർമാസ് തിയറം ഇവിടെ നിന്ന് നമ്മൾ ഫെർമാസ് തിയറം ഉപയോഗിച്ചിട്ടില്ല. ഇനി അടുത്ത തിയറം 10 P1 P2 എക്സെട്ര Pക്ക് ഇതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. ഇനി സ്മോൾ എൽ എന്നുള്ളത് P1 മൈനസ് 1 P2 മൈനസ് 1 Pk മൈനസ് 1 ഇതിൻ്റെയൊക്കെ LCM ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. എ റേസ് ടു എൽ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് P1 ഇൻറ്റു P2 എക്സെട്ര Pk നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫെർമാസ് തിയറം പ്രകാരം പി ഐകളൊക്കെ പ്രൈം ആയതുകൊണ്ട് എയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ടും എ റേസ് ടു പി ഐ മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ ഇതെല്ലാം ഐക്യു ശരിയാണ്. അതുകൊണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പി ഐ മൈനസ് 1 എന്നുള്ളത് എല്ലിനെ ഡിവൈഡ് ചെയ്യും. കാരണം LCM ആണ്, ഇതിൻ്റെയൊക്കെ LCM ആണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ പി ഐ മൈനസ് 1 എന്ന് പറയുന്നത് എല്ലിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എല്ലിനെ നമുക്ക് കെ ഐ ഇൻറ്റു പി ഐ മൈനസ് 1 എഴുതാം. അപ്പോൾ എ റേസ് ടു എൽ എന്നുള്ളത് എ റേസ് ടു എ ഐ ഇൻറ്റു കെ ഐ, എ റേസ് ടു എൽ എന്നുള്ളത് ഇവിടെ തന്നെ എ റേസ് ടു പി ഐ മൈനസ് 1 റേസ് ടു കെ ഐ എന്ന് എഴുതാം. പക്ഷേ എ റേസ് ടു പി ഐ മൈനസ് 1 ഫെർമാസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 റേസ് ടു കെ ഐ എന്നായി മാറും. ഇത് 1 ആവും കോൺഗ്രുവൻറ്റ് ടു 1. ഇപ്പോൾ ഇത് 1 റേസ് ടു കെ ഐ ആവും. അപ്പോൾ എ റേസ് ടു എൽ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ എന്നാവും. ഇനി എ റേസ് ടു എൽ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ഐ എന്നാവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ എ കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ. അപ്പോൾ എ റേസ് ടു എൽ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ഐ എന്നായി. ഇപ്പോൾ പി ഐ എന്ന് പറയുന്നത് എ റേസ് ടു എൽ പ്ലസ് 1 മൈനസ് എ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം. അതായത് P1 ഡിവൈഡ് ചെയ്യുന്നത്, P2 ഡിവൈഡ് ചെയ്യുന്നത്, എല്ലാം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ LCM P1 P2 എക്സെട്ര Pkയുടെ LCMവും എന്തിനാ ഡിവൈഡ് ചെയ്യണം? എ റേസ് ടു എൽ പ്ലസ് 1 മൈനസ് എ ഡിവൈഡ് ചെയ്യണം. പി ഐ എ റേസ് ടു എൽ പ്ലസ് 1 മൈനസ് എ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ LCM എല്ലായിരിക്കും. അതിൻ്റെ LCMവും ഇതിനെ ഡിവൈഡ് ചെയ്യണം. കാരണം അത് ലീസ്റ്റ് കോമൺ ഫാക്ടറാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടി എ റേസ് ടു എൽ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു എ മോഡ് LCM ഓഫ് P1 P2 എക്സെട്ര Pk. പക്ഷെ ഇവിടെ പികളൊക്കെ പ്രൈംസ് ആയതുകൊണ്ട് ഇതിൻ്റെ LCM എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ കിട്ടി എ റേസ് ടു എൽ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു എ ഇൻറ്റു മോഡ് P1 P2 എക്സെട്ര Pk.
ഇനി ഇതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ P1 = 3, P2 = 7, P3 = 11 കേസിൽ സ്മോൾ എൽ എന്ന് പറയുന്നത്, അതായത് 2-ൻ്റെയും 6-ൻ്റെയും 10-ൻ്റെയും LCM എന്ന് പറയുന്നത് 30 ആണ്. ഇനി P1 × P2 × P3 എന്ന് പറയുന്നത് 3 × 7 × 11 എന്ന് പറയുന്നത് 231 ആണ്. അതുകൊണ്ട് ആ തിയറം പ്രകാരം A31 L+1 congruent to A30 + 1 ആണ്. ഇത് congruent to A mod 231. അപ്പോൾ ഇതാണ് ജനറൽ റിസൾട്ട്. പല കേസുകൾ ഇത് വെരിഫൈ ചെയ്യാം. അതായത് A = 43 ആകുമ്പം ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അതിൻ്റെ ഒരു കൊറോളറി A എന്ന് പറയുന്നത് എനി ഇൻറ്റിജറാണ്, P പ്രൈമാണ്, സച്ച് ദാറ്റ് P > 3. ദെൻ A⁻P congruent to A mod 6P എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് P1 = 2, P2 = 3, P3 = P എന്നുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ, P എന്ന് പറയുന്നത് എനി പ്രൈം ആയിക്കോട്ടെ, 2 × 3 × P എന്നുള്ളത് 6P ആവും. P1 - 1, P2 - 1, P3 - 1 എന്ന് പറയുന്നത് 1, 2P - 1 ആവും. അപ്പോൾ അതിൻ്റെ LCM എന്ന് പറയുന്നത് നമ്മൾ L എന്നെടുക്കുക. 1-ൻ്റെയും 2-ൻ്റെയും P - 1ൻ്റെ LCM L എന്നെടുക്കുക. എന്തായാലും P - 1 ആയിരിക്കും. കാരണം P - 1 ഒരു ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 അതിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി A⁻L+1 congruent to A mod P1, P2, etc. P3 തൊട്ട് മുമ്പത്തെ തിയറം പ്രകാരം. അതുകൊണ്ട് A⁻L എന്ന് പറയുന്ന P - 1 ആണ്, +1 congruent to A mod 2 × 3 × P. അപ്പോൾ A⁻P എന്ന് വരുമ്പോൾ congruent to A mod 6P എന്നാവും. ഇതാണ് ഒരു കൊറോളറി ആയിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ A20 P13 ആവുന്ന കേസിൽ ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യണം. 20⁻13 congruent to 20 mod 6 × 13 വരുന്നുണ്ടോന്ന്. 20⁻13 congruent to 20 mod 78 ആണ്. ഈ 20⁻13 അപ്പോൾ 13 ഇങ്ങനെ എഴുതാം. ഈ 13 2 × 6 + 1 എഴുതാം. അപ്പോൾ 20⁻13 എന്ന് പറയുന്നത് 20² × 6 × 20 എന്നാവും. ഇതിൽ ഈ 20² എന്നുള്ളത് 400 ആണ്, congruent to 10 mod 78 ആണ്. അപ്പോൾ 20⁻13 congruent to ഇവിടെ 10 എഴുതാം. congruent to 10 10³ square 10³ square × 20 mod 28. അപ്പോൾ ഈ 10³ 1000 ആണ്. അത് congruent to -14 mod 78 ആണ്. അപ്പോൾ 20⁻13 എന്നുള്ളത് ഈ കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞാൽ -14² × 20 mod 178. ഇനി 14² നോക്കണം. അത് തൊട്ട് മുമ്പ് അവിടെ നമുക്ക് 14² ആണ് ഇവിടെ വന്നത്. 14² മാത്രം എന്താ നോക്കാം. 196 ആണ്, congruent to 40 mod 78 ആണ്. അപ്പോൾ 2⁻13 എന്നുള്ളത് congruent to 40 × 20 800 mod 78 വരും. അപ്പോൾ ഇനി 800നെ 78 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നോക്കണം. അത് നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ 2⁻13 congruent to 20 mod 78 എന്ന് കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ 2⁻13 അത് തന്നെയാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫെർമാസ് തിയറം അതിൻ്റെ അനുബന്ധ റിസൾട്ടുകളും പഠിക്കാനുള്ളത്.